സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ സുധീഷ് ഗുരുവായൂരാണ്, ഇവിടെ ഷാർജയിൽ നിന്ന്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ഓരോ ദിവസം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരുവിധ ആൾക്കാർക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഫ്ലാറ്റ് ജീവിതം മതിയാക്കിയിട്ട് നമ്മൾ വില്ലയിലേക്ക് മാറിയിരുന്നു. ഷാർജയിലൊരു വീട് എടുത്ത് പണ്ട് കുറേ 10 വർഷം ഞങ്ങൾ വില്ലയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഞങ്ങളിവിടെ ഇപ്പോൾ പുതിയൊരു വില്ല എടുത്തു. വില്ലയിലേക്ക് മാറി. ഞങ്ങൾ എന്താ പറയുക, പ്രകൃതിയുടെ സുഖവും ആംബിയൻസും ഒക്കെ അനുഭവിക്കാനായിട്ട് വീണ്ടും തോന്നല്. അപ്പം അങ്ങനെ മാത്രമല്ല, റെൻ്റ് കൂട്ടിയപ്പോൾ ഇങ്ങോട്ട് മാറിയതാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇവിടേക്ക് വന്നു. ഇപ്പോൾ നേരം വിളിക്കുമ്പോൾ തന്നെ നമുക്ക് നേരം വെളുത്താദ്യം തന്നെ ഓടിച്ചാടി വരുന്നത് പുറത്തോട്ടാണ്. നീ കണ്ടാൽ അറിയാൻ പറ്റും, നിങ്ങൾക്ക് ആ വരവ് കണ്ടാൽ. ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക, ചെടികളെ ഒന്ന് തലോലിക്കുക, കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുക, അവർ കഴിക്കാനായിട്ട് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെയാണ് നേരം വിളിക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ. പിന്നെ ഇതാ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു 1.5 മാസമായിട്ടുള്ളൂ. പക്ഷെ അവന്മാർക്ക് കൊടുത്ത വളവും കാര്യങ്ങളൊക്കെ നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കും തിരിച്ച് അവർ എന്താ പറയുക, പൂക്കളായിട്ടോ കായ്ഫലമായിട്ടോ ഒക്കെ തിരിച്ചു തരുന്നത്. അത്യാവശ്യം പച്ചക്കറി ആയി തുടങ്ങി. ഒരു വിളവെടുത്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, നാടൻ പയറിൻ്റെയൊക്കെ. അതുപോലെ ഇതിപ്പോൾ തോണി ഞങ്ങളുടെ ഫാമിൽ ഗ്രീൻ ഹെവൻ ഫാം ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് കൊണ്ടുവന്ന തോണിയാണ്. അതിവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ അങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഒരു കാണുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാനും ഇവരൊപ്പം നിന്ന് ഈ കുറച്ച് തിരക്കുന്ന തലോടാനും. ഒരു മണിക്കൂറൊക്കെ ഇതിൻ്റെ മുകളിൽ കാലത്ത് എല്ലാ ദിവസവും വന്നിട്ട് നിൽക്കും. സാധാരണയായിട്ട് എനിക്ക് പച്ചക്കറികളോടാണ് അത് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ ഇതാ പൂക്കളൊക്കെ അവരോട് ഇഷ്ടം തോന്നിയിരിക്കുകയാണ്. കാരണം അവർ കാണാനും ഒക്കെ മനസ്സിന് കുളിര് കിട്ടാനൊക്കെ നല്ല കാഴ്ചയാണല്ലോ. അപ്പോൾ നമുക്ക് പൂന്തോട്ടമില്ലാതെ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ്. ഒരുപാട് പൂക്കൾ നാട്ടിൽ നിന്ന് വിത്തുകളും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വിതറി കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതാ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ പഴയ ഫാമിൽ നിന്ന് കൊണ്ടുപോകുന്നുള്ള ജലചക്രവും അതുപോലെ ആ കുടയും ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ എല്ലാം കൊണ്ട് നേരം വെക്കുമ്പോൾ തന്നെ ഇതേപോലെ ഫോട്ടോസ് എടുത്ത് നിങ്ങളെല്ലാവരും വെറുപ്പിക്കലാണ് ഇപ്പോൾ പണി. എന്താണെന്ന് വെച്ചാൽ എന്നും എത്ര എടുത്താലും നമുക്ക് മതിയാവില്ല. അങ്ങനെയുള്ളൊരു ഭംഗിയാണ് ഈ പൂക്കളൊക്കെ നമുക്ക് തരുന്നത്. പിന്നെ പച്ചക്കറി പറയുകയാണെങ്കിൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷം ഞാൻ അടുത്ത തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇവിടെ ഷാർജയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ സുധീഷ് ഗുരുവായൂരാണ്. ബൈ.